ഡോക്ടറെ, ഈ വന്ധ്യത കേസുകളിലെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടറെ? വന്ധ്യത കേസുകളിലെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലവിധമാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറേ അധികം സമയം വേണം. എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ ഹസ്ബൻഡും വൈഫും അനുഭവിക്കുന്ന സ്ട്രെസ് തന്നെയാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ കുറച്ച് നാൾ ചിലപ്പോൾ ഇവര് കുഞ്ഞ് പിന്നെ മതി എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരായിരിക്കും. അതിനുശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നടക്കത്തില്ല. അപ്പൊ തന്നെ വീട്ടുകാർ ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്. പല അതായത് ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ കുറേ ആൾക്കാർ ചുറ്റും കൂടി വിശേഷമായില്ലേ എന്നുള്ള സ്ഥിരം ചോദ്യങ്ങളും ഇത് അവർക്ക് സമ്മാനിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അത് പലവിധ ഹോസ്പിറ്റലുകളിലേക്കും ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ന്യൂസുകളും കേട്ട് ഇവര് കംപ്ലീറ്റ്ലി സ്ട്രെസ്സിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളെയാണ് ഈ സ്ട്രെസ് ബാധിക്കുക. കാരണം സ്ത്രീയാണ് എപ്പോഴും ചോദ്യങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഇത്രയധികം സ്ട്രെസ് ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ ഹോർമോൺ ഇംബാലൻസ് മൊത്തത്തിൽ തകരാറാവും. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? മര്യാദയ്ക്കുള്ള ഓവുലേഷൻ, അണ്ടോൽപാദനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കത്തില്ല. ഇനിയിപ്പോൾ അണ്ടോൽപാദനം നടന്നാൽ തന്നെ ആ എഗ്ഗിന്റെ ക്വാളിറ്റീനെ അത് ഒരുപാട് ബാധിക്കും. അപ്പൊ ഓരോ തവണയും പീരീഡ്സ് ആകുമ്പോൾ പൊട്ടിക്കരയുന്ന പെൺകുട്ടികളെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെ ഓവർ പ്രതീക്ഷയാണ്. ഈ ഓവുലേഷൻ ഡേറ്റ് നോക്കിയിരുന്ന് അന്നത്തെ ഒരു ദിവസം മാത്രം ഹസ്ബൻഡുമായിട്ട് ഒരു ബന്ധപ്പെടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം കുഞ്ഞാവോ എന്ന് സങ്കടപ്പെട്ട് അവസാനം പീരീഡ്സ് ആകുമ്പോൾ അത് വലിയ സങ്കടക്കടലിലേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രെസ് കാരണം ശരിക്കും ഇവർ വിചാരിക്കുന്ന ദിവസം ആയിരിക്കത്തില്ല ഓവുലേഷൻ നടക്കുന്നത് തന്നെ, മൊത്തവും തകരാറിലാക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞ് വരുന്നത് ഒരു ഫാമിലിയിലേക്കാണ്. സോ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ വന്ധ്യത കേസുകളിൽ മരുന്നിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി സപ്പോർട്ട്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ചെന്ന് വീഴുന്നത് ഒരു വലിയ ഡിപ്രഷനിലേക്കാണ്. അതായത് ഫാമിലി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു കേസിലാണെങ്കിൽ ഭയങ്കര എല്ലാത്തിനും വിമർശിക്കുന്ന ഒരു അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂൻ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇവർ എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, അത് നിന്റെ കുഞ്ഞിനെ എടുത്തിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സ്നേഹത്തിൽ പൊതിഞ്ഞ ചില കുത്തുവാക്കുകളാണ്. ആക്ച്വലി അങ്ങനെ പോലും ചെയ്യാതെ ഇരിക്കുക, അവർ ഫ്രീ ആയിട്ട് വിടുക. അവർക്ക് ആ ഒരു ടൈം ആകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞുവാവിനെ തന്നെ കിട്ടും. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുത്തുവാക്കുകളോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നതോ, ഈവൻ നമ്മളൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യുന്നത് പോലും എന്താ ഇപ്പൊ പറയാ, ഈ ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ അവിടെ ഒരു ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സിന്റെ പേരങ്ങ് കൊടുക്കും. ഇവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു ഉറപ്പായിട്ടും കുട്ടി ഉണ്ടാവും. അവർ കുറച്ച് നാള് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കും. അതിനുശേഷം എന്താ, അവിടെ നിന്ന് ഒരു 3-4 മാസം ആവുന്നു, റിസൾട്ട് ആവുന്നില്ല, ഉടനെ തന്നെ പറയും വേറെ ആൾക്കാരായിരിക്കും ഒപ്പീനിയൻ കൊടുക്കുന്നത്, കുറെ നാളായില്ലേ ഇവിടെ പോയിട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇവരിങ്ങനെ മാറി പൊക്കൊണ്ടേയിരിക്കും. റിസൾട്ടും അതിനനുസരിച്ച് വൈകിക്കൊണ്ടിരിക്കും. ഇത് രണ്ടുപേർക്കിടയിലുള്ള കാര്യം മാത്രമല്ല, ഫാമിലി സപ്പോർട്ടിനും ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്.